കൃത്യമായി അത് രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് LDF തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. LDF കൺവീനർ സംശയലേശം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപുള്ള അന്വേഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നിടത്ത് ഇതിൽ കൃത്യമായി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യം പ്രകടമാണ് എന്നുള്ള പ്രതിരോധം ആദ്യം തന്നെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൽ എന്തു തീരുമാനം വന്നാലും അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ. അല്ല, അതിപ്പോ എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്. DMK-യുടെ ഒരു മന്ത്രി ജയിലിലാണ്, ഒരു മന്ത്രി ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവരും പറയുന്നത് ഇത് രാഷ്ട്രീയമാണെന്ന്. കോടതി ശിക്ഷിച്ചതിൽ BJPക്ക് എന്ത് റോളാണുള്ളത്? മനീഷ് സിസോഡിയെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാർച്ച് മാസം 10-ാം തീയതിയാണ്. അന്ന് പറഞ്ഞത് രാഷ്ട്രീയമാണെന്നാണ്. സുപ്രീം കോടതിയിൽ ബെയിൽ അപ്ലിക്കേഷൻ ആർഗ്യൂ ചെയ്യുമ്പോൾ സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു, ഈ കേസ് ട്രയൽ കോടതിയിൽ പോയാൽ 10 മിനിറ്റ് തള്ളിപ്പോകില്ലേ? അതിവിടെ വലിയ ആഘോഷമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതേ സുപ്രീം കോടതി ബെയിൽ ആപ്ലിക്കേഷൻ തള്ളിയും കൊണ്ട് പറഞ്ഞു 338 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നതായി പ്രൈമാ ഫേസി എവിഡൻസ് ഉണ്ട് എന്ന്. ഇതിപ്പോ എത്രയായി? ജനുവരി മാസം, ഇന്ന് 14-ാം തീയതിയായി. ഏതാണ്ട് 10 മാസമായി മനീഷ് സിസോഡിയ ജയിലിലാണ്, സത്യേന്ദ്ര ജെയിൻ ജയിലിലാണ്. അപ്പോൾ അവരും പറയുന്നത്, ആം ആദ്മി പാർട്ടി പറയുന്നത് അതാണ്. ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിന് 3 തവണ ED നോട്ടീസ് അയച്ചു, അയാൾ പോയില്ല. എന്ത് മര്യാദയാണത്? ഇവിടെ എല്ലാ നേതാക്കന്മാരും ചോദ്യം ചെയ്യാൻ പോയിട്ടുണ്ടല്ലോ. ഇയാൾ ആരാ? ഈ രാജ്യത്തെ നിയമം ഇയാൾക്ക് ബാധകമല്ല. 3 തവണ ആദ്യം പറഞ്ഞു മധ്യപ്രദേശ് ഇലക്ഷനാണ്, പോട്ടെ. പിന്നെ പറഞ്ഞത് രാഷ്ട്രീയമാണ്, ഞാൻ പോവില്ല എന്ന്. 3-ാമത്തെ നോട്ടീസിന് ഒരു മറുപടിയില്ല, അയാൾ ആ വഴിക്ക് പോയില്ല. 4-ാമത്തെ നോട്ടീസ് അയച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ജയിലിൽ നിന്ന് ഭരിക്കണോ അതല്ല രാജിവെക്കണോ എന്ന് ഞാൻ നിയമജ്ഞരമായി സംസാരിക്കുകയാണ്. ഇങ്ങനെയാണോ ഒരു നോട്ടീസിനോട് പ്രതികരിക്കേണ്ടത്? നിയമപരമായ നടപടിയെ നിയമപരമായി നേരിടുക. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാം, അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ മമതാ ബാനർജിയുടെ മന്ത്രിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കുന്നോളം കൂട്ടിയിട്ട 2500 നോട്ട് നമ്മൾ TV കണ്ടതല്ലേ? ഇവരൊക്കെ പറയുന്നത് രാഷ്ട്രീയമാണെന്ന്. BJP ഭരിക്കാത്ത ഒറീസയിൽ ED നടപടിയുണ്ടോ? BJP ഭരിക്കാത്ത ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കെതിരെ ED നടപടിയുണ്ടോ? ഇല്ലല്ലോ. ഇനി പോട്ടെ, BRS-നെതിരെ പോലും നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ BJP എല്ലാ എതിരാളികളെയും, എല്ലാ BJP ഏതര പാർട്ടിക്കാരെ പിന്നാലെ പോകുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം DMK-ക്കെതിരെയുണ്ട്, കോൺഗ്രസിനെതിരെയുണ്ട്, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെതിരെയും ആം ആദ്മി പാർട്ടിക്കെതിരെയും ഉണ്ട്. അവരൊക്കെ കൃത്യമായി കോടതിയിൽ അത് തെളിയിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അന്വേഷണ ഏജൻസി നോക്കൂ, ഈ PMLA ആക്ട് 2002-2003 പാസ്സാക്കിയതാണ്. അതിനുശേഷമാണ് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന പൈസ അത് കള്ളപ്പണമാക്കി അത് വെളുപ്പിച്ച് വെക്കുന്നത് പിടിക്കാൻ ഒരു പുതിയ സംവിധാനം വന്നത്. അത് കഴിഞ്ഞ 20 കൊല്ലമായിട്ടുണ്ടായതാണ് PMLA ആക്ട്. അപ്പൊ അത് കാരണം ഉണ്ടാവുന്ന ചില അസ്വാരസ്യങ്ങളാണ് ഇത് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാം, അത് അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ BJP ഏതര സർക്കാരുകൾ 3-4 എണ്ണം ഉണ്ട്. ED ആ വഴിക്ക് പോയിട്ടില്ല. കാരണം നവീൻ പട്നായിക്കിനെ പോലത്തെ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ആർക്കും പോകാൻ പറ്റില്ല. കാരണം കറകളഞ്ഞ വ്യക്തിത്വമാണ്. BJP-കാരനൊന്നുമല്ല അദ്ദേഹം, സത്യസന്ധനായ ഒരു മുഖ്യമന്ത്രി. ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിയമപരമായി തെറ്റ് ചെയ്യാത്തവർക്ക് എന്ത് ഭയപ്പെടാൻ? ഒന്നും ഭയപ്പെടാനില്ല. ഞങ്ങൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസോ അല്ലെങ്കിൽ ഡോളർ കള്ളക്കടത്ത് കേസോ ആയി ബന്ധപ്പെട്ട് അന്യായമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ? ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ആലോചിക്കണം. ഞങ്ങൾ അന്യായമായ ഒരാൾക്കെതിരെ പോലും ഒരു നടപടി എടുത്തിട്ടില്ല. സത്യസന്ധമായ അന്വേഷണമേ നടക്കുള്ളൂ. രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ആരെയും കള്ളക്കേസിൽ കൊടുക്കില്ല. ആ പരിപാടി നരേന്ദ്രമോദി സർക്കാരിനില്ല. അത് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു.